അപ്പൊ ആദ്യമേ ഇത് പുള്ളിയുടെ ഒരു അവസ്ഥയെ ഈ നമ്മുടെ ഈ സന്ദീപ് വാര്യരുടെ വളരെ വൃത്തിയായിട്ട് നല്ല ഇമേജും ജനങ്ങളുടെയൊക്കെയുള്ള അംഗീകാരവും വളരെ കൃത്യമായിട്ട് കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അയാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ ഈ ഒളിസേവ വെളിയിൽ വരുമെന്നനുസരിച്ച് പാർട്ടി നടപടിയെടുക്കാൻ ഇരുന്ന സമയത്ത് അയാൾ വളരെ വിദഗ്ധമായിട്ട് ചാടിയത്. അന്ന് ഇവിടെ കസര കിട്ടിയില്ലെന്ന് പറയുന്നത് ആൾക്കാർക്കൊക്കെ അറിയാം. അയാൾ ചാടിപ്പോയി ഇച്ചിരി പൈസയൊക്കെ കിട്ടിയെന്ന് എല്ലാവരും പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി വലിയ നന്ദകുമാർ സാർ നമ്മുടെ ചാനലിൽ തന്നെ വന്നിരുന്ന് പറഞ്ഞു 2 കോടി രൂപ കിട്ടി. CPM-നോട് ചോദിച്ചപ്പോ അവര് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇവര് 2 കോടിയുടെ ഇവര് തമ്മിൽ ടൈപ്പ് ആയതെന്നൊക്കെ. തുകയൊന്നും എനിക്കറിയത്തില്ല. 2 കോടിയൊന്നും അല്ലെന്നാ. എന്തൊരു ശകലം പൈസ കിട്ടി. അതനുസരിച്ച് അദ്ദേഹം കൃത്യമായിട്ട് ജോലിയും ചെയ്തു കേട്ടോ. ഈ എന്ന് വെച്ചാൽ അവരെന്തോ പറയുന്നു അത് അതുപോലെ പറഞ്ഞു. കുനിഞ്ഞ് നിൽക്കുന്നിടത്ത് മൊത്തവും കുനിഞ്ഞു നിന്നു. കൊണ്ട് ജയിലിൽ വിട്ടു, ചവിട്ടി കൂട്ടി. ഇപ്പൊ വെളി വന്നു പുള്ളി. അപ്പം പ്രതീക്ഷകളാണല്ലോ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബീഹാറിൽ തേജസ്വി യാദവിന് വലിയ പ്രതീക്ഷയായിരുന്നു ഇപ്രാവശ്യം മുഖ്യമന്ത്രി ആവാം. അപ്പൊ ഇത് ഇപ്പോഴത്തെ ഒരു കണ്ടിട്ട് അടുത്ത ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരാൻ പോകുന്നത് എവിടോട്ടാണ്? കേരളത്തിലോട്ടാണ്. ആരാ വരാൻ പോകുന്നത്? രാഹുൽ ഗാന്ധി. ആരാ വരാൻ പോകുന്നത്? പിങ്കി മോൾ. അപ്പൊ ഇയാളൊരു നിയമസഭാ സീറ്റും ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. കിട്ടും കേട്ടോ, എവിടെയും കിട്ടും. അപ്പൊ അതിനകത്ത് ഇയാൾ വരികയും കൃത്യമായിട്ട് മത്സര ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ മത്സരമുള്ളൊരു നിയമസഭാ സീറ്റ് കിട്ടുകയും ഈ രാഹുൽ ഗാന്ധി വരികയൊക്കെ ചെയ്താൽ അയാൾ ഇപ്പോഴേ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും നിന്ന് മത്സരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാമല്ലോ. ആർക്ക്? രാഹുൽ ഗാന്ധി. ഉറപ്പായിട്ടും. ഞാനിത് വളരെ കാലം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്.